ഹായ് ഫ്രണ്ട്സ്, ബീച്ച് തീമിലൊരു അക്രിലിക് പെയിൻറ്റിങ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിലുള്ള പെയിൻറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പമാണ്. പോർ പെയിൻറ്റിങ് എന്നാണ് ഈ ഒരു രീതിക്ക് സാധാരണ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് അക്രിലിക് പെയിൻറ്റ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അക്രിലിക് പെയിൻറ്റും ഗ്ലൂവും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സ്ചറാണ് നമ്മൾ ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ 4 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കളറും ഗ്ലൂവും ഒക്കെ കൂടി മിക്സ് ചെയ്യാനായിട്ട് ഞാൻ 4 പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്രിലിക് പെയിൻ്റ് എന്ന് പറയുന്നത് ഫെവിക്രിൽ അക്രിലിക് കളേഴ്സൊക്കെ പോലെ നല്ല ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലിരിക്കുന്ന പെയിൻ്റാണ്. സാധാരണ ഈ ട്യൂബിലൊക്കെ നമ്മൾ ചില അക്രിലിക് കളേഴ്സ് വാങ്ങില്ലേ, അതൊക്കെ ഒരു പേസ്റ്റ് പോലെ ആയിരിക്കാം, കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്, അതായത് മിക്സ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എല്ലാ കളറും ഫെവിക്രിലല്ല, അതുകൊണ്ട് ഞാൻ പേസ്റ്റ് രൂപത്തിലുള്ള അക്രിലിക് കളേഴ്സും എടുത്തിട്ടുണ്ട്. 1:1 എന്നുള്ള റേഷ്യോയിലാണ് നിങ്ങൾ ഗ്ലൂവും അക്രിലിക് കളറും കൂടി മിക്സ് ചെയ്യേണ്ടത്. എത്രയാണോ അക്രിലിക് കളർ എടുക്കുന്നത് അത്ര തന്നെ ഗ്ലൂ എടുക്കണം. അപ്പോൾ ഈ പേസ്റ്റ് പോലത്തെ അക്രിലിക് കളേഴ്സൊക്കെ ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. എത്രയാണോ നിങ്ങൾ പെയിൻ്റ് എടുക്കുന്നത് അതിൻ്റെ ഒരു 4/1 ഭാഗം മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. അത്രയും കുറച്ച് വെള്ളം മാത്രം ഈ മിക്സ്ചറിൽ ആഡ് ചെയ്താൽ മതി. വെള്ളം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും അത് ക്യാൻവാസിൽ ഫ്ലോ ചെയ്യുള്ളൂ. ബീച്ച് തീം ആയതുകൊണ്ട് ഞാൻ അൾട്രാമറൈൻ ബ്ലൂ, അക്വാ ബ്ലൂ, പിന്നെ ലൈറ്റായിട്ടുള്ളൊരു ബ്രൗണിൻ്റെ ഷെയ്ഡ്, പിന്നെ വൈറ്റ്, ഈ 4 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പഴയ ക്യാൻവാസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു മെസ്സി പ്രൊസീജിയർ ആയതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇത് ചെയ്യുന്നത് അതിൻ്റെ താഴെ ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ടേബിളിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആകെ കേടുവരും. ആ ഷീറ്റിൻ്റെ മുകളിലൊരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ആ ഹൈറ്റിൻ്റെ മേലെ ആണ് ക്യാൻവാസ് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ സീ ഷോറാണ് ചെയ്യുന്നത്. കരയിലുള്ള ആ മണ്ണിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഏറ്റവും താഴത്തെ ആ ഒരു റോ അങ്ങനെയാണ് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു റഫ് ടെക്സ്ചർ കിട്ടും. ഞാൻ ചുമ്മാ ഒരു പരീക്ഷണം നടത്തി നോക്കിയത് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അത് വളരെ ഓപ്ഷണലാണ്. സെക്കൻഡ് റോയിൽ ഞാൻ നമ്മുടെ പെയിൻറ്റും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ലൈറ്റ് ബ്രൗൺ കളർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിൻ്റെ മിക്സൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി അത് ക്യാൻവാസിലേക്ക് ഒഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ മിക്സാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്വാ ബ്ലൂ. എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് പല ടൈമിലാണ് കേട്ടോ. അപ്പോൾ ചിലത് ഞാൻ ഉറക്കം എണീറ്റ ഉടനെ, ഇപ്പം ഞാൻ ഉറക്കം എണീറ്റ ഉടനെയാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആ സൗണ്ടിന് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അക്വാ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവ്സ് ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കളേഴ്സ് എവിടെയാണോ ജോയിൻ ആവുന്നത് അവിടെയൊക്കെയാണ് ഞാൻ വൈറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമ്മളുടെ ഒരു മനോധർമ്മം പോലെ നമുക്ക് കൊടുക്കാം കേട്ടോ. അതിലങ്ങനെ ഒരു പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒഴിച്ച പെയിൻറ്റ് ക്യാൻവാസിൻ്റെ എല്ലാ വശത്തേക്കും ഒരേപോലെ ആക്കുക എന്നുള്ളതാണ് അടുത്തത്. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടോ എങ്ങനെയാലും അത് ഫില്ല് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഊതി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു വേവ്സിൻ്റെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് കാണിക്കാം. ഓരോ കളർ ട്രാൻസിഷൻ വരുന്നിടത്തും നമ്മളിങ്ങനെ ഒരു വേവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അൾട്രാമറൈൻ ബ്ലൂവിൽ നിന്ന് വൈറ്റിലേക്ക്, വൈറ്റിൽ നിന്ന് അക്വാ ബ്ലൂയിലേക്ക്, അതുപോലെ അക്വാ ബ്ലൂവിൽ നിന്ന് വീണ്ടും വൈറ്റിലേക്ക്, വൈറ്റിൽ നിന്ന് ബ്രൗണിലേക്ക്, ലൈറ്റ് ബ്രൗണിലേക്ക്, അങ്ങനെ.
പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ വേവ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ സ്ട്രോ വെച്ച് ഊതിയിട്ട് ഇതേ വേവ് പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പെയിൻറ്റിങ് വലിയ സൈസ് ക്യാൻവാസിൽ ചെയ്തിട്ട് നിങ്ങൾ റൂമിലോ ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്കാണ്. ഇത് നന്നായിട്ട് ഡ്രൈ ആവാനൊരു 2-3 ദിവസം എടുക്കും. അപ്പോൾ നിങ്ങളതുവരെ വെയിറ്റ് ചെയ്യുക. ഫുൾ ഡ്രൈ ആയതിന് ശേഷമുള്ള പെയിൻറ്റിങ് ആണിത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ട്രൈഡ് പിക്സ് സെൻഡ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.